മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ചിന്തയ്ക്കായിട്ട് വീണ്ടും നമുക്ക് ചില വചനങ്ങൾ കൂടി വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഇടയാകട്ടെ. അച്ചു പ്രബോധനം പറഞ്ഞപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ടൂ. ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയുള്ളൂ. അതില്ല എങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് യോഗ്യമല്ല എന്നുള്ളതായ കാര്യമാണ് ചുരുക്കമായി അച്ചു പറഞ്ഞത്. ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ യോഗ്യതകളെക്കുറിച്ച് കൃത്യമായി ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം പരിശോധിച്ചിട്ട് പങ്കെടുക്കാം. അല്ലേ? സ്വയപരിശോധന നടത്തി പങ്കെടുക്കാം. ഇതാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഏറെ പ്രചാരത്തിലിരിക്കുന്നതായ ഒരു വിശ്വാസം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്നാനപ്പെട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് പങ്കെടുക്കാം, രക്ഷിക്കപ്പെട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ രക്ഷയിൽ സ്നാനത്തിന് യാതൊരു പങ്കുമില്ല എന്നാണ് അങ്ങനെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതിന് വളരെ വ്യക്തമായ യോഗ്യതകൾ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ അത് ഒന്ന് ധ്യാനിക്കണം, ഒരുമിച്ച് പഠിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവാത്മാവ് അച്ചുവിലൂടെ അതിന് സമാനമായിട്ടുള്ള ചില ആലോചനകൾ പറഞ്ഞത്. നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നാം എല്ലാവരും ഉണ്ടായിരുന്നതായിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒരു കെട്ട് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ സ്വാധീനം നമ്മളിലുണ്ട് എന്നുള്ളതാണ്. ശരി, എന്താണ് തിരുവത്താഴ ശുശ്രൂഷ? തിരുവത്താഴ ശുശ്രൂഷയിൽ ഈ സഭയിൽ അംഗമായിരിക്കുന്നവർ കഴിഞ്ഞ 5 വർഷത്തിലേറെയായിട്ട് ജൂൺ 19 നമ്മൾ 5 വർഷം പൂർത്തിയാക്കുക എന്നത്. അപ്പോൾ ഇനിയും തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് എന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് പഠിപ്പിക്കേണ്ടതാണ്. നമുക്ക് മാത്രമല്ല, നാമുമായിട്ട് പരിചയമുള്ള ബന്ധമുള്ള ആളുകളൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ നാം പ്രാപ്തരുമാകണം എന്നുള്ളത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചപ്പോൾ കർത്താവ് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ പ്രാഥമികമായിട്ടും ആ ഒരു കാര്യം ആണ് പൊതുവിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു എന്നുള്ള നിലയിൽ ആണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. പൗരോഹിത്യ സഭകളെ അതിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തുന്നു. അവരിതിനെക്കുറിച്ചുള്ള അത് സാക്ഷാൽ കർത്താവിൻ്റെ രക്തവും സാക്ഷാൽ കർത്താവിൻ്റെ മാംസവുമായിട്ട് മാറുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അത് വിടാം.
എന്നാൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളിൽ വരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കുണ്ടാകേണ്ടുന്നതായ ചില കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളതല്ല, കർത്താവ് പറഞ്ഞതിൻ്റെ ആഴങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. അപ്പോൾ എന്താണ് തിരുവത്താഴ് ശുശ്രൂഷ നമ്മെ ഒരു സഭയിൽ കാണിക്കുന്നത്? എന്താണ്? 3 കാര്യങ്ങൾ അത് സംബന്ധിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 3 കാര്യങ്ങൾ പലതവണ ഞാൻ ഈ സഭയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന്, കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നു എന്നുള്ള കാര്യം. അത് എല്ലായിടത്തും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു അപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നമ്മൾ, അല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നാം അപ്പത്തിൽ നിന്നും ഈ പാനപാത്രത്തിൽ നിന്നും പങ്കാളികളാവുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മയാണ് നാം ആചരിക്കുന്നത്. മൂന്നാമത്തെ ഈ ശുശ്രൂഷയുടെ അർത്ഥമെന്ന് പറയുന്നത് 17-ാം വാക്യം, അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. അപ്പോൾ 3 അർത്ഥങ്ങളാണ് ഈ തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ച് വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നു. 2, കർത്താവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള കൂട്ടായ്മ. 3, ഒരു അപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നാം ഒരു ശരീരമാകുന്നു, കാരണം നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എവിടെയാണ് ഈ തിരുവത്താഴ് ശുശ്രൂഷ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്ത് ഒരപ്പവും ഒക്കെ എടുത്ത് കുറച്ച് വീഞ്ഞൊക്കെ വാങ്ങിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അത് നുറുക്കി ഇത് സാധ്യമാകുമോ? ഇല്ല. അവിടെ കർത്താവ് നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഒരു കൂട്ടമാണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രവുമല്ല, സഭയുടെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം ചെയ്തു വന്നിരുന്നതായി വചനത്തിലും ചരിത്രത്തിലും ഉള്ളത്. അപ്പോൾ വീട്ടിൽ നമ്മളങ്ങനെ അപ്പം നുറുക്കിക്കൊണ്ട് കുടുംബാംഗങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ ഇരുന്ന് ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷ ഈ ഒരു ഗണത്തിൽ പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ അതിനും ചില ഒഴിവുകഴിവുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. മറ്റ് വിശ്വാസികളൊന്നും ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും വിദൂരമായ ഒരു സ്ഥലത്ത് ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ചെന്ന് അവിടെ അവരൊരു സഭായോഗം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം അവരുടെ കൂടെ പുറമേ നിന്നുള്ള ആളുകളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ സഭായോഗത്തിൽ അവിടുത്തെ കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനത്തെ വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അതിന് ദൈവികമായ അനുമതിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചു. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ
ഭാഗമായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് അതിലെ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നാം ഒരു സഭയുടെ ഭാഗമായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പങ്കെടുക്കാം. അതെന്താണ്, സഭായോഗത്തിന് വരുന്ന എല്ലാവരും സഭയുടെ ഭാഗമല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും, ഇല്ലേ? അല്ല. സഭായോഗത്തിന് വരുന്ന, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, പൊതുവിലുള്ള സഭായോഗങ്ങളിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, അവർ അങ്ങനെ ദൂരെ മാറി നിന്ന് ഈ സ്നാനപ്പെട്ട ആളുകളെക്കുറിച്ചാണ്, സ്നാനപ്പെടാത്തവരെക്കുറിച്ചല്ല പറയുന്നത്, സ്നാനപ്പെട്ട ആളുകൾ തന്നെ അവർ ദൈവജനത്തോട് ചേരുവാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അവർ ഒരു വരുന്നു, ഇരിക്കുന്നു, പോകുന്നു എന്നുള്ളതിനപ്പുറം ദൈവജനവുമായിട്ട് ഞങ്ങൾ ഒന്നാണ്, ഞാൻ ഈ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള മനോഭാവം ഇല്ലാതിരിക്കുക. എന്നാൽ വളരെ ക്രമമായി രക്ഷിക്കപ്പെട്ടു എന്നും സ്നാനപ്പെട്ടു എന്നും അല്ലെങ്കിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ടു എന്നും പറയുന്നു. എല്ലാ ആഴ്ചയും വന്ന് തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുമുണ്ട്. എന്നാൽ ഞാൻ ഈ സഭയുടെ ഒരു ഭാഗമാണ്, അവിഭാജ്യ ഘടകമാണ്, ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ചിന്തയില്ലാത്ത ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് അയോഗ്യമായ ഒരു പങ്കെടുക്കലാണ്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാക്കുകൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ച് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വേദഭാഗമാണല്ലോ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 11-ാം അധ്യായം. എന്നാൽ ഈ 11-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമൊക്കെ അതിൻ്റെ പശ്ചാത്തലങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ ദൈവം എങ്ങോട്ടാണ് വിളിച്ചത്? യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങളിൽ ഉളവാകേണ്ടതായിട്ടുള്ള ചില പ്രത്യേകതകളാണ് തുടർന്ന് പറയുന്നത്. എന്താണ്? സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ കൊരിന്ത്യ സഭയിലെ ആർക്കെങ്കിലും അതിനകത്ത് ഒഴിവുകഴിവുണ്ടോ? മൂപ്പന്മാർക്ക്, ഡീക്കന്മാർക്ക്, വിശ്വാസികൾക്ക് ആർക്കും ഒഴിവുകഴിവില്ല. നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഒരു സഭയാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ആരും ഉറങ്ങരുതേ. ഒരു സഭയാകുന്നത് എപ്പോഴാണ് ഒരു സഭയാകുന്നത്? എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ശരീരമാകുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒന്നാകുന്നത്. അതിനെയാണ് ഒരു സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് ശരീരമാണ്. ശരീരം എന്ന് പറയുന്നത് വിവിധ അവയവങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ്. വേർപെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ശരീരം എന്ന് പറയുമോ? ശരീരഭാഗങ്ങൾ എന്ന് പറയൂ, അല്ലേ? പക്ഷെ ശരീരമാണെങ്കിൽ അത് ഒരുമിച്ചിരിക്കാനേ കഴിയൂ, അതിന് വേർപെട്ടിരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഏകാഭിപ്രായത്തിലും ഒന്ന് തന്നെ സംസാരിക്കാനും ഭിന്നതയില്ലാതെ ഏക മനസ്സിലും ഇരിക്കാൻ താല്പര്യമില്ലാതെ ഈ സഭായോഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുകയും തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുകയും, എന്നാൽ ഞാൻ ഈ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് പല സഭകളിലുമുണ്ട്. അത് അയോഗ്യമായ ഒരു പങ്കെടുക്കലാണ്. അത് അയോഗ്യമാണോ എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ ഇനി ആജ്ഞാപിക്കാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവത്താഴ് ശുശ്രൂഷയിൽ അവരുടെ അയോഗ്യത എന്താണ് എന്ന് വെളിവാക്കിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വായിക്കുന്ന അറിയാവുന്ന വേദഭാഗമായതുകൊണ്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ടും അങ്ങോട്ട് കിടക്കുന്നില്ല.
എന്താണ് അവിടുത്തെ അയോഗ്യത? നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളുണ്ട്, അല്ലേ? നിങ്ങളുടെ ഇടയിൽ പക്ഷഭേദങ്ങളുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ അയോഗ്യതയായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളുണ്ട്. ആ ഭിന്നപക്ഷങ്ങളാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. ഒരു ലേഖനം, നീണ്ട ഒരു ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ആദ്യം പൗലോസ് അപ്പോസ്തലൻ എടുക്കുന്ന വിഷയം ഏതാണെന്നറിയാമോ? ഭിന്നതയെക്കുറിച്ചാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തന്നെ, അതായത് ഒരു ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതായ ഏറ്റവും വലിയ ചിന്ത അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് അവരുടെ ഇടയിലെ ഭിന്നതയെക്കുറിച്ചാണ്. അവരുടെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ആ സഭയിലുണ്ടായിരുന്നു. അത് എത്രാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അത് കൈകാര്യം ചെയ്യുന്നത്? 5-ാം അധ്യായത്തിലേക്ക്, അല്ലേ? 5-ലൊക്കെ വരുമ്പോഴാണ് അത് കൈകാര്യം ചെയ്യുന്നത്. 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും അങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള, നമ്മെ സംബന്ധിച്ച് ഗൗരവമെന്ന് നമ്മൾ പറയുന്നത് ഗൗരവമായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ സുപ്രധാനമായി ഒന്നിലധികം പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഈ ഭിന്നതയെക്കുറിച്ചും ആണ്. എങ്കിൽ ഒരു സഭയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ യോജിപ്പില്ല എന്നുള്ളതാണ്. യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു സഭ എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം സഭ എന്താണ്? ശരീരമാണ്. ശരീരത്തിൽ എന്തുണ്ട്? യോജിപ്പുണ്ട്, അല്ലേ? യോജിപ്പില്ലാത്ത ഏതെങ്കിലും ഒരു ശരീരഭാഗം ഉണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് എന്തു പറയും? ക്യാൻസർ എന്ന് പറയും, അല്ലേ? അത് ശരീരവുമായിട്ട് ചേരുന്നില്ല, ശരീരത്തിൻ്റെ നിയന്ത്രണത്തിന് ഉള്ളിൽ നിൽക്കാതെ അത് പ്രത്യേകമായിട്ടുള്ള ചില പരിപാടികൾ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുക? ക്യാൻസർ എന്ന് പറയുക. അപ്പോൾ ഒരു സഭയിൽ അംഗമായിരിക്കുകയും അംഗമാണ് എന്നുള്ള വ്യാജേന ജീവിക്കുകയും അതിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും എന്നാൽ അവർ ആത്മാവിൽ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ അവർ യഥാർത്ഥത്തിലാകുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ ഒരുപക്ഷെ അത്തരം സഭകളിലൊക്കെ ഒരു ആത്മീക ക്യാൻസർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൽ നിന്ന് വിട്ടൊരു അവയവത്തിനൊരു നിലനിൽപ്പില്ല. ശരിയാണോ? ശരീരത്തോട് ചേരാതെ ഒരവയവത്തിന് ഒരിക്കലും വളരാനായിട്ട്, ക്രിസ്തുവിൽ വളരാനായിട്ട് കഴിയില്ല. പിന്നെ തന്നിൽ വളരാനായിട്ട് കഴിയും, പക്ഷേ അത് ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമല്ല. അപ്പോൾ ഇവിടെ തുടർന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഇതെന്തെങ്കിലും വലിയ വിഷയമായിട്ടാണോ പറയണേ? നിങ്ങളുടെ ഇടയിൽ അടിപിടി ഉണ്ടായി എന്നാണോ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ കത്തിക്കുത്തുണ്ടായി എന്നാണോ പറയണേ? കൊലപാതകം ഉണ്ടായെന്നാണോ പറയണേ? അല്ല. എന്തുണ്ട് എന്നാ പറയണേ? നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. പിണക്കം അത്ര വലിയൊരു ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ടോ? അതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, നിങ്ങളൊരു ശരീരമായിട്ട് നിലനിൽക്കാത്ത അവസ്ഥ ഉളവായി വന്നത് നിങ്ങളുടെ ഇടയിലെ പിണക്കങ്ങളാണ്. അപ്പോൾ പിണക്കമുള്ള ഒരാൾ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? പിണക്കമുണ്ടെങ്കിൽ യോജിച്ചിരിക്കുന്നില്ല എന്ന അഭിപ്രായം. അതിന് മുമ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കണം. പിണക്കമുള്ളപ്പം പറയുന്നതിനെതിര് പറയൂ, അല്ലേ? ഏക മനസ്സും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. അത് പിണക്കമുള്ളപ്പോൾ പറ്റുമോ? അപ്പോൾ അവിടെ ഭിന്നതയുണ്ടെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ച് അത് ഇത്രത്തോളം ഗൗരവമാണ് എന്ന് ചിന്തിച്ചിട്ടോ കേട്ടിട്ടോ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ പല സഭകളിൽ ജോലിയും പഠനവുമായിട്ട് അംഗമായിരുന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ സഭകളുടെയും, ഇന്നൊക്കെ അതിനെ സഭ എന്ന് വിളിക്കാനായിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്, സഭകളിലെയും ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ബഹുമാനവും ഐക്യവും ഇല്ലാതെ തമ്മിൽ യോജിച്ച് ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അപൂർവം. തമ്മിൽ വിയോജിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമായിട്ടാണ് അങ്ങനെയുള്ള സഭ നിലനിന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം എടുത്ത് നുറുക്കി കൊടുക്കുന്ന
സഭാ ശുശ്രൂഷകൻ പോലും സഭാവിശ്വാസികളെ വ്യത്യസ്തമായി കാണുകയും അതുപോലെ തന്നെ അവരോട് വെറുപ്പ് കാണിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതായുള്ള സഭകളൊക്കെ ധാരാളമായിരുന്നു. പക്ഷേ പ്രിയമുള്ളവർ, അതൊന്നും സഭകളല്ല. ഒരു സഭ സഭയാകണമെങ്കിൽ അതൊരു ശരീരമായിരിക്കണം. അതൊരു ശരീരമാണ് എങ്കിൽ അത് തമ്മിൽ യോജിച്ചിരിക്കുകയും വേണം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇപ്പം ചേരുക എന്ന് പറയുന്ന വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. അവർ വിട്ടുവിട്ട് നിന്നു എന്നല്ല, അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമായിട്ട് നിന്നു എന്നല്ല, അവരവരോട് ചേർന്നു. പിന്നെ അവർ ചെയ്തു വന്നതായിട്ടുള്ള 4 കാര്യങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 46-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരുമനപ്പെട്ട്, ആ വാക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുമനപ്പെട്ട് എന്ന് വെച്ചാൽ എന്താ? അവർ ഒന്നായി. അവരുടെ ഇടയിൽ 2 വാക്കില്ലായിരുന്നു. അവർ ഒരുമനപ്പെട്ടു. 46-ാമത്തെ വാക്യത്തിൽ തന്നെ ഹൃദയ പരമാർത്ഥത എന്നൊരു വാക്കുണ്ട്. ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിനുശേഷം സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും കൃപ അനുഭവിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാനും പേരുടെ കൃപയല്ല അനുഭവിച്ചത്, എല്ലാവരുടെയും കൃപ അനുഭവിച്ചു. പിന്നെ കർത്താവ് എന്താ ചെയ്തേ? രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ അവരോട് ചേർന്നു. ഈ 2 വാക്യങ്ങളും കർത്താവ് ചേർക്കുമ്പോൾ ആ സഭയോട് ചേരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചേരണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളും നമ്മളുടേതായിട്ടുള്ള താല്പര്യങ്ങളും നമ്മളുടേതായിട്ടുള്ള ഉപദേശങ്ങളും നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ മാറി നിന്നാൽ അവർ ഒരു പക്ഷേ ആ സമൂഹത്തിലുണ്ടായിരിക്കും, പക്ഷെ ദൈവസഭയുടെ അംഗമായിട്ട് ദൈവം അവരെ കണക്കാക്കുന്നില്ല. വീണ്ടും 44-ാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. എങ്ങനെ, എപ്പോഴാണ് ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റുക? തമ്മിൽ സ്നേഹവും ഐക്യവും ഒക്കെ ഉള്ളപ്പോഴാണ് ഒരുമിച്ചിരിക്കാനായിട്ട് കഴിയുക. അവർ ഒരുമിച്ചിരുന്നു. സകലതും പൊതുവക എന്നെണ്ണി, ആരും ആരുടെയും സ്വന്തമായിട്ട് എണ്ണിയില്ല. ഇന്നും ആരും ആരുടേതും സ്വന്തമായിട്ട് എണ്ണാനുള്ള അവകാശം ഇല്ല. എല്ലാം എല്ലാവരുടേതുമാണ്. പക്ഷേ അവർ അങ്ങനെ ചേർന്നിട്ടുള്ളവരായിരിക്കണം. അവർ സഭയോട് ചേർന്ന് സഭയുടെ ഒരു ഭാഗമായി ഒരുമനപ്പെട്ട് ഏകാഭിപ്രായത്തിൽ സഭയിൽ നിന്ന് സ്വീകരിക്കുകയും സഭയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ മാത്രമേ ആ വാചകം അവിടെ ആപ്ലിക്കബിൾ ആകുകയുള്ളൂ, അതവിടെ ഫലവത്താകുകയുള്ളൂ, അല്ലെങ്കിൽ അത് പ്രയോജനമാകുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലതും പൊതുവക എന്ന് എണ്ണി ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവരും പങ്കിടപ്പെട്ടു. പിന്നെ ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ കൂടി വരികയും ഉല്ലാസവും അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് കഴിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നതായിട്ടുള്ള സമൂഹങ്ങളിൽ സഭയിൽ ഭിന്നത എന്നൊക്കെ പറയുന്നത് ആളുകൾക്കൊരു വിഷയമേ അല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും വാദങ്ങളും ആക്രോശങ്ങളും വഴക്കുകളും ഒക്കെ നമ്മളൊക്കെ അങ്ങനെ കണ്ട് ശീലിച്ചു വന്നതാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മുള നമ്മളുടെ ഇടയിൽ പൊട്ടിയാൽ പോലും ആളുകൾ അതിനെ ഒരു അപാകതയായിട്ട് ചിന്തിക്കുകയില്ല. പക്ഷെ അതിനെ അപാകതയായിട്ട് ഞാൻ തുടക്കം മുതലേ ചിന്തിക്കുകയും ഞാൻ അതിനെതിരായിട്ട് പഠിപ്പിക്കുകയും ഈ സഭയിൽ പഠിപ്പിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇടയിൽ അങ്ങനെ നമ്മളുടെ ചില ശീലദോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉളവായാൽ അതൊരു പ്രശ്നമായിട്ട് നാം കണക്കാക്കുകയില്ല, പോട്ടെ എന്ന് നാം വയ്ക്കും. പക്ഷേ അതൊരു വലിയ ആപത്താണ്. 2 അഭിപ്രായത്തിനൊരു സഭയിൽ സ്ഥാനമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ
അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഏകാഭിപ്രായമായിരിക്കണം. എല്ലാവരും ആത്മീയമായിട്ട് ഒരേ പരിജ്ഞാനവും കാഴ്ചപ്പാടും പക്വതയുമുള്ള ആളുകളല്ല. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഞാൻ പറയുന്നൊരു അഭിപ്രായമല്ല ഒരുപക്ഷെ നിങ്ങളിൽ ഉളവാകുക, നിങ്ങൾ പലരിലും ഉളവാകുക. കുഴപ്പമില്ല, അത് നമ്മളുടെ അപൂർണതയുടെ ഒരു ലക്ഷ്യമാണ്. എന്നാൽ നാം ഒരുമിച്ച് കൂടി ഏതൊരു കാര്യത്തെക്കുറിച്ചും സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അഭിപ്രായം ഐക്യമുണ്ടായിരിക്കണം. അവിടെ പിന്നെ രണ്ടഭിപ്രായം പാടില്ല. അത് വചനം അനുവദിക്കുന്നില്ല. അത് ഇവിടെ ആരെങ്കിലും നിഷേധിക്കുന്നു എന്നല്ല, വചനത്തിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കെ അതിന് വിരുദ്ധമായിട്ട് നമുക്കൊന്നും പറയുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ അവിടുത്തെ തർക്കം എന്തായിരുന്നറിയാവോ? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോസ് ആർ, പൗലോസ് ആർ, തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 1-ാമത്തെ അധ്യായത്തിൽ അവർ ഈ പക്ഷഭേദം ഉണ്ടാക്കി. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയാം? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, പിന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, അങ്ങനെയും ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? അതായത് ഒരു പക്ഷം ഒരു സഭയിൽ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അവിടെ വിഭാഗിച്ചു, മുറിച്ചു എന്നാണ്. ആണോ? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു സഭയിൽ ഒരു പക്ഷമുണ്ടാകാനോ ഭിന്നതയുണ്ടാകാനോ രണ്ടഭിപ്രായം ആത്യന്തികമായി ഉണ്ടാകാനോ പാടില്ല. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ക്രിസ്തു വിഭാഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സഭയല്ല, അത് ശരീരമല്ല, ശരീരഭാഗങ്ങളാണ്. അവരുടെ ഇടയിലെ ഈ തർക്കത്തിൻ്റെ കാരണം എന്തായിരുന്നറിയോ? വലിയ കാര്യങ്ങളൊന്നുമില്ല. ആരാണ് സ്നാനപ്പെടുത്തിയത്? പൗലോസപ്പസ്തോലനെ സ്നാനപ്പെടുത്തിയവരെല്ലാവരും പൗലോസപ്പസ്തോലൻ്റെ കൂട്ടത്തിൽ കൂടി. ഇനി സ്നാനം ആര് നടത്തിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകൾ ആരുടെ കൂടി? ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനായിട്ട് കൂടി. അപ്പല്ലോസ് സ്നാനപ്പെടുത്തിയ ആളുകൾ അപ്പല്ലോസിൻ്റെ പക്ഷം കൂടി. നിസ്സാര കാര്യമാണ് അല്ലേ? എന്നെ സ്നാനപ്പെടുത്തിയ ആളുടെ പേരിൽ ഒരു വിഭാഗീയത, അതൊക്കെ വലിയ കാര്യമാണോ? വലിയ കാര്യമാണ്. കാരണം സഭയിൽ ഭിന്നത എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചിട്ടില്ല. എന്നാൽ സഭയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് എന്തിനാ? കൊള്ളാവുന്നവർ തെളിഞ്ഞു വരേണ്ടതിന്, അല്ലെങ്കിൽ കൊള്ളാവുന്നവരെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം എന്താ? കൊള്ളരുതാത്തവരെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ സഭയിൽ ഭിന്നപക്ഷം ഉണ്ടായാൽ കൊള്ളാവുന്നവരാരൊക്കെയാണ്, കൊള്ളരുതാത്തവരാരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ? അപ്പോൾ കൊള്ളാവുന്നവരെ കൊള്ളരുതാത്തവരെയും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താണ്? പെട്ടെന്ന് ഉത്തരം പറ. കൊള്ളരുതാത്തവരെ എന്ത് ചെയ്യണം? പുറത്താക്കി കളയണം. ഞാനതാണ് ഉത്തരം പ്രതീക്ഷിച്ചത്. കാരണം നമ്മളുടെ ആത്മീയ പക്വതയൊക്കെ അത്രയേ ഉള്ളൂ. കൊള്ളരുതാത്തവരെ ഉപേക്ഷിച്ച് കളയാനല്ല പറഞ്ഞേക്കണേ. കൊള്ളാവുന്നവരായി മാറ്റുക, അതിനുള്ള സ്ഥലമാണ്, അതിനുള്ള കളരിയാണ് സഭ എന്ന് പറയുന്നത്. സഭയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു രീതിയിലും എല്ലാ രീതിയിലും കൊള്ളാവുന്ന ആരാ ഉള്ളേ? ഇന്ന് കൈ പൊക്കാവോ? എല്ലാ രീതിയിലും കൊള്ളാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പുറത്ത് കളയണം. കാരണം അവർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ഇത്. അപ്പോൾ കൊള്ളരുതാത്തവരെ തിരിച്ചറിയുന്നത് ആളുകളുടെ ബലഹീനതകളും പാപസ്വഭാവങ്ങളും തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രത്യേക പരിശീലനവും ഉപദേശവും സഭയിലെ ശുശ്രൂഷകന്മാർ കൊടുത്ത് അവരെയും കൂടി കൊള്ളാവുന്നവരാക്കി തീർക്കുക. അതിന് വാക്യം വല്ലതും ഉണ്ടോ? തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? അവർ പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ, അതായത് പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയ ആളുകളും സഭയിൽ ഉണ്ടാകാം. കുടുങ്ങിയവരാകയാൽ എന്ത് ചെയ്യണം? അവര് സുബോധം പ്രാപിച്ച് ദൈവേഷം ചെയ്യുമോ എന്ന് വെച്ച്
സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. അപ്പോൾ പിശാചിനാൽ പിടിക്കപ്പെട്ട ആളുകളെയൊക്കെ തെറിപ്പിച്ച് കളഞ്ഞ് അങ്ങനെ ഓരോരുത്തർ പിശാചിനാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ലേ? സാധ്യതയുണ്ട് നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞ് പോയാൽ പിന്നെ സഭയിൽ ആളുകൾ ഉണ്ടാവില്ല. സഭയിൽ ഒരാൾ യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച് സഭയിൽ വന്ന ആളുകളാണെങ്കിൽ അവരെ ചേർത്ത് നിർത്തി അവരെ ഉപദേശിച്ച് ശാസിച്ച് ഒക്കെ അവരെ നേർവഴിക്ക് നടത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശാസനം എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടമില്ല. ഉപദേശം എന്ന് കേൾക്കുന്നത് പോലും ആളുകൾക്ക് ഇഷ്ടമല്ല, അല്ലേ? എന്നെ അങ്ങനെ ഉപദേശിക്കണ്ടെന്ന് പറയും. പിന്നെയാണോ ശാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താ? പിന്നെ വെല്ലുവിളിയായി, അല്ലെങ്കിൽ അടുത്ത സഭ നോക്കുകയായി. ഇങ്ങനെയൊക്കെയാണ് പൊതുവിലുള്ള ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ സൗമ്യതയോടെ അവരെ പഠിപ്പിച്ച് അവരെ കൊള്ളാവുന്ന ആളുകളാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്ഥലമാണ് സഭ. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തോ നമ്മൾ പഠിച്ചേ? സഭ എന്തിനാണ്? സഭയിലെ ശുശ്രൂഷകൾ, സഭയ്ക്ക് ദൈവം കൊടുത്ത ദാനങ്ങൾ എന്തിനാണ്? അതൊക്കെ ആളുകളെ അവരെ പരിജ്ഞാനത്തിൽ വളർത്തുന്നതിന് വേണ്ടിയാണ്. അവിടെയും നമ്മൾ ഉപദേശം എന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏക അഭിപ്രായം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അയോഗ്യമായി അപ്പത്തിൽ നിന്ന് പങ്കെടുക്കാൻ ഇടവരരുത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സഹോദരന്മാരുള്ള വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അപ്പത്തിൽ നിന്ന് പങ്കെടുത്തു പോകുന്ന ആളുകളുണ്ട്. ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവർ ഒരു പക്ഷേ ശരീരത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാവാതെ, അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ശരീരത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറില്ലാത്ത ആളുകൾ എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെയാ? അവർ മാറി നിന്ന് എല്ലാത്തിനെയും വിമർശിക്കും, എല്ലാവരെയും വിമർശിക്കും. സഭയിൽ അവർ കാണുന്നത് എല്ലാവരുടെയും കുറവുകളായിരിക്കും, എല്ലാവരുടെയും പരാജയങ്ങളായിരിക്കും. എല്ലാത്തിനെയും വിമർശിച്ച് അങ്ങനെ അവർ സഭയ്ക്ക് പുറത്ത് നിൽക്കും. ഈ വിമർശിക്കുന്ന ആളുകൾ എപ്പോഴും സഭയുടെ ഭാഗമല്ല. അവർ അപ്പനുറുക്കിൽ പങ്കെടുക്കുന്നുണ്ടാവും, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾ ഒരിക്കലും കർത്താവ് പണിയുന്ന സഭയുടെ ഭാഗമല്ല. കാരണം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ഈ കൈയെ വിമർശിക്കുന്ന ഒരവസ്ഥ പറ്റുമോ? സാധ്യമാണോ അത്? നമ്മുടെ ശരീരത്തിൽ ഒരവയവം മറ്റൊരു അവയവത്തെ വിമർശിക്കുമോ? ഇല്ല. വിമർശിക്കണമെങ്കിൽ ആ അവയവം എവിടെയായിരിക്കണം? ശരീരത്തിന് പുറത്തായിരിക്കണം. അതാണ് ഈ എല്ലാവരിലും കുറ്റം കാണുവാനും എല്ലാവരെയും വിധിക്കുവാനും, ഞാൻ ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും എല്ലാവരെയും വിധിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞ അടുത്ത വാക്കിൽ അവർ സഭയിലുള്ള പലരെയും വിധിക്കാനായിട്ട് തുടങ്ങും. പ്രിയമുള്ളവരെ, ഇതൊന്നും സഭയോട് നാം ചേരാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ സഭയോട് ചേർന്നാൽ, ഈ കൈ എൻ്റെ ഈ ശരീരത്തോട് ചേർന്നാൽ, മറ്റേ കൈയുടെ വേദന ശരീരത്തിൻ്റെ വേദനയായിട്ടേ ഈ കൈ കാണുള്ളൂ. അല്ലേ? ശരിയല്ലേ? നാം ശരീരത്തോട് ചേർന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും പ്രശ്നങ്ങളും ഗുണങ്ങളും അത് ശരീരത്തിൻ്റെ പൊതുവിലുള്ള ഒരവസ്ഥയായിട്ടേ കാണുകയുള്ളൂ, അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ. മാറി നിന്ന് കുറ്റം പറയാനും വിമർശിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ചേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്യോന്യം താങ്ങുകയും കരുതുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം. മാറി നിന്ന് വിമർശിക്കുന്നതും ചേർന്ന് നിന്ന് ധൈര്യപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും തമ്മിലൊരു വ്യത്യാസം നോക്കിയേ. മാറി നിന്ന് വിമർശിക്കുന്ന ഒരാൾ പോലും ഒരു സഭയോട് ചേരാൻ യോഗ്യതയുള്ള ആളുകളല്ല. അവർ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുള്ള ആളുകളാണോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. ദൈവാത്മാവ് അവരിൽ ഉണ്ട് എങ്കിൽ അവർക്കങ്ങനെ മാറി നിന്ന് വിമർശിക്കുവാനായിട്ട് കഴിയില്ല. ഒരു സഭ എന്നുള്ള നിലയിൽ നമ്മളിലും അപാകതകൾ കാണുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ അപാകതകൾ ഒരുപക്ഷെ അന്യോന്യം ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള
തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അത് വരുത്താനും, അല്ല തെറ്റിദ്ധാരണകളാണെങ്കിൽ അത് മാറ്റുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സഭയിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ആരും അങ്ങനെ വിമർശിക്കുന്നവരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അങ്ങനെയുള്ള ഒരു ആത്മാവ് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നാം സഭയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നമുക്ക് പ്രയോജനകരമാകുകയുള്ളൂ. ഞാൻ ഈ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഈ സഭയുടെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് അർത്ഥമുള്ളൂ. രാവിലെ അച്ചു ഓർമ്മിപ്പിച്ചതുപോലെ ആ കൂട്ടായ്മയുള്ളൂ, അല്ലേ? ഈ എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അന്യോന്യമുള്ളൊരു കൂട്ടായ്മയുണ്ട്. എങ്ങനെയാ കൂട്ടായ്മ? രക്തം എല്ലായിടത്തോടും പോകും, തിരിച്ചു വരും. ബ്രെയിനിൽ നിന്നുള്ളതായുള്ള സന്ദേശങ്ങളെല്ലാം എല്ലാ അവയവങ്ങളിലേക്കും പോകും. നമ്മുടെ കയ്യിൽ വിരലിൻ്റെ അറ്റത്തൊരു ചെറിയ മുള്ളു കൊണ്ടാൽ പോലും അത് ശരീരം മുഴുവൻ അറിയൂല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ നിന്നുള്ള സംവേദനം അത് തലച്ചോറിലേക്ക് പോയി ശരീരത്തിനെല്ലാം നിർദ്ദേശം കൊടുക്കുക. ആ ഒരു മുള്ള്, ആ വലത്തെ കൈയുടെ ചൂണ്ടുവിരലിൽ ഒരു മുള്ളു കൊണ്ടിട്ടുണ്ട്. അതാണ് സഭ. ഒരു സഭയാകുന്നത് അപ്പോഴാണ്. ശരി, അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, മരണത്തെ ഓർക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഐക്യമില്ലാത്ത ഒരാൾക്ക് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് യോഗ്യതയില്ല. കൂട്ടായ്മ, അന്യോന്യമുള്ള കൂട്ടായ്മയ്ക്ക് തയ്യാറില്ലാത്തതോ അതിന് മനസ്സില്ലാത്തതോ ആയിട്ടുള്ള ആളുകൾക്ക് അവരാരും സഭയിലെ അംഗമല്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ടുള്ള യോഗ്യതയും അവർക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി രണ്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനോടുള്ള കൂട്ടായ്മ ഉള്ളവർക്ക് മാത്രമേ, അതായത് ആഴ്ചയിലുടനീളം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുന്ന ആളുകൾ, അവർ ഒരുമിച്ച് കൂടുമ്പോൾ, അവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവർ ആസ്വദിക്കുന്നത് കർത്താവിൻ്റെ രക്തത്തോടും കർത്താവിൻ്റെ ശരീരത്തോടുമുള്ള കൂട്ടായ്മ. ആഴ്ചയിൽ മുഴുവൻ നമ്മൾ നമ്മളുടേതായ ജീവിതം ജീവിച്ചിട്ട് ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അതും അയോഗ്യമായ ഒരു പങ്കെടുക്കലാണ്. തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മുടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശിക്ഷണ നടപടിയാണ് പൊതുവിൽ ഇന്ന് സഭകളിലെല്ലാം. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു ശിക്ഷണ നടപടി നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്ത്? സഭയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ശിക്ഷണ നടപടി നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയുന്നില്ല. പിന്നെ എന്താ കാണാനായിട്ട് കഴിയുന്നത്? അവർ ശരീരത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ അവരാരായിരിക്കും? ഒരു വിസിറ്റർ ആയിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും സഭായോഗങ്ങൾക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ സഭായോഗത്തിന് വന്നാൽ അവിടെയും ഇതിന് ചില പ്രമാണങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയില്ലാത്ത ഒരാൾ, നമുക്ക് ആർക്കും അറിയത്തില്ലാത്തതും ആരും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നാൽ നമുക്കവരെക്കുറിച്ചൊന്നും അറിയില്ല. അത് അവരെ അവിടെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ശുശ്രൂഷയിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ. അല്ല, നമ്മൾ ഗസ്റ്റായിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്കവരെ അറിയാവുന്നതുകൊണ്ടാണല്ലോ വിളിച്ചത്, അവർക്കതിന് കുഴപ്പമില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള കൂട്ടായ്മയാണ് ഇതിൽ പങ്കെടുക്കുന്നത് വഴി ഞാൻ കാണിക്കുന്നത്
എന്ന് പറയണമെങ്കിൽ നിരന്തരം ആ ഒരു കൂട്ടായ്മയിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കേവലം അവരുടെ ജീവിതത്തിലൊരു ചടങ്ങാണ്. ഇതൊരു ചടങ്ങല്ല. ഈ ശുശ്രൂഷ ഒരു ചടങ്ങല്ല, അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുന്നവർക്ക് ആ ഒരു യോഗ്യത അതിനകത്ത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ശുശ്രൂഷയിൽ യോഗ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ആണോ? അയോഗ്യതകൾ നമ്മളിൽ ഉണ്ടോ? മൗനമാണ്. അയോഗ്യതകളൊക്കെ കുറേശ്ശെ ഉണ്ട്. ദൈവമക്കളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ഒരു യാതൊരു പരാതികളും പിറുപിറുപ്പുകളും ഇല്ലാതെ ഒന്നാണ്. ഏതെങ്കിലും ഒരു സഹോദരനിലോ സഹോദരിയിലോ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ ആ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സാധാരണ ഇതിൽ അത് അവരുടെ പ്രശ്നം അല്ലേ? ഈ വിരലിലൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഈ വിരൽ അത് മറ്റേ കൈയുടെ പ്രശ്നമല്ലേ എന്ന് പറയുമോ? പറയില്ല. അതെൻ്റെ പ്രശ്നമാണെന്നാണ് അത് പറയുക അല്ലേ? അതെൻ്റെ പ്രശ്നമാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഉള്ള പ്രതികരണവും അത് വല്ലവൻ്റെയും പ്രശ്നമാണ് എന്ന് കാണുമ്പോൾ ഉള്ള പ്രതികരണവും രണ്ടും രണ്ടാണ്. നമ്മൾ പരമാവധി ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു നിലയിലുള്ള മാതൃകയും കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റനേക സഭകളിലും കിട്ടാത്ത ദൈവവചന പഠനം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ജീവനായി മാറണം. ഇതെല്ലാം നമ്മുടെ ജീവനായിട്ട് മാറണം, നമ്മുടെ വിശ്വാസമായിട്ട് മാറണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമാണ് നമ്മുടെ ദൈവിക ജീവൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകാഭിപ്രായത്തിൽ ഒന്നിച്ചിരിക്കാം അല്ലേ? അതിന് തടസ്സമായിട്ടൊന്നും നമ്മളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും സ്വാഭാവികമാണ് നമ്മുടെ ജഡത്തിൻ്റെ ആ ഒരു പ്രശ്നം എല്ലാവരിലും ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിലുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഒന്ന് മാറി നിന്നേക്കാം എന്ന് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ പോരാ എന്നുള്ളതായ ചിന്താഗതി നമ്മളിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും വരാതെ എല്ലാവരെയും മനസ്സാന്തരത്തിലേക്കും ഐക്യത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ വിവിധ നിലകളിൽ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള സഹോദരന്മാർ അങ്ങനെ വിശ്വാസികളുടെ കാര്യത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കും. ചിലർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ചില കൃപാവരങ്ങൾ കൂടി കിട്ടിയതായിട്ടുള്ള സഹോദരന്മാർ ഉണ്ടാകും. അപ്പോൾ സഭയിലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ ആളുകളുടെ പ്രത്യേകതകളൊക്കെ അവരോട് ചിലപ്പോൾ പറയും, ചിലപ്പോഴല്ല പറയും. അതൊക്കെ നാം എല്ലാവരും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ പരാജയപ്പെടരുത്, നമ്മൾ സ്തംഭിച്ചു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ സഭാജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരൊറ്റയാൻ ജീവിതമല്ല, അതൊരു കൂട്ടായ ജീവിതമാണ്.
അതിൽ നമുക്കെല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. പങ്കാളിത്തമില്ലാത്തതായിട്ടുള്ള ആരുമില്ല. നാം എല്ലാവരും നമ്മളുടെ പങ്ക് നിർവഹിക്കുമ്പോൾ സഭ ഏറ്റവും അനുഗ്രഹമായി മുമ്പോട്ട് പോകും. നിത്യതയിൽ ദൈവിക പ്രവൃത്തിയുടെ മഹത്വം വെളിവാക്കുന്ന കാര്യം എന്താണ്? സഭയാണ്, അല്ലേ? നമ്മളത് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ആ ലേഖനമൊക്കെ വായിക്കുമ്പോൾ സഭയാണ് അവിടുത്തെ വിഷയം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതും മാത്രമല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതമെല്ലാം ഈ ഒരു നിലയിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജോണി സഹോദരൻ പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം.